കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ബി.ജെ.പിയെ ഊക്കി വിട്ടു. ഒരു ഒന്നൊന്നര ഊക്കാണ്. നമുക്ക് ആ വീഡിയോ കാണാം. അതുപോലെ ഇയാളും മറ്റു ചിലരും കൂടി CJP ഫൗണ്ടർ അഭിജിത്ത് ദീപ്കനെ ഒന്ന് ട്രോളാൻ ശ്രമിച്ചാണ്. പക്ഷേ സെൽഫ് ഗോൾ ആയി പോയി. എന്ത് ചെയ്യാനാണ്? ഇവന്മാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ. കഷ്ടം തന്നെ. നമുക്ക് ആദ്യം തന്നെ കേരള ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല അവർ പറഞ്ഞത് കേൾക്കാം. അതല്ല, കേക്ക് മുറിച്ചതേ KPCC ആസ്ഥാനത്ത് കേക്ക് മുറിച്ചതിലേ ഈ ദേശീയ പതാക മുറിച്ചു എന്ന് പറഞ്ഞ BJP ദേശീയ തലത്തിൽ വലിയ അങ്ങ് മുറിച്ചിങ്ങനെ അല്ല, അത് നമ്മളെ ഒരു ഇതല്ലേ, കേക്കല്ലേ, കേക്ക് മുറിച്ച് ഇയാളെ ബർത്ത്ഡേക്ക് ഇന്ന് രാവിലെ കേക്ക് മുറിച്ചില്ലേ? നോബലിന്റെ ബർത്ത്ഡേക്ക് ഇന്ന് കേക്ക് മുറിച്ചില്ലേ? അപ്പൊ ആ കേക്ക് മുറിക്കുന്നത് എങ്ങനെയാണ്? അത് ത്രിവർണ്ണ പതാക അല്ലല്ലോ, കളർ വെച്ചിരുന്നല്ല ഉള്ളൂ. അപ്പൊ BJPയുടെ വിഷയദാരിദ്ര്യം കൊണ്ട് അവരിത് പറയുന്നതാണ്. നമ്മൾ വലിയ ഗൗരവം കാണിക്കണ്ട. കേരളത്തിൽ BJPക്ക് അത്രയൊക്കെ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. കേട്ടല്ലേ? കേരളത്തിലെ BJP അത്രയേ ഉള്ളൂ. എന്താണല്ലേ ഇതിന്റെ അപ്പുറം ഇനി എന്താണ് അവർക്ക് കിട്ടാനുള്ളത്? നമുക്ക് ഇതിന്റെ നിയമവശം നോക്കാം. അതായത് ഇപ്പോഴും അവർ പറയുന്നത് ത്രിവർണ്ണ പതാക കട്ട് ചെയ്തു, മുറിച്ചു കളഞ്ഞു എന്ന രീതിയിലാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ലീഗാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ കട്ടിംഗ് എ കേക്ക് വിത്ത് ആൻ ഇന്ത്യൻ ഫ്ലാഗ് ഡിസൈൻ ഈസ് നോട്ട് എൻ ഒഫൻസ്. അതായത് ഒരു കേക്കിൽ ഇന്ത്യൻ ഫ്ലാഗിന്റെ ഡിസൈൻ വെച്ചിട്ട് അത് കട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതൊരു തെറ്റല്ല, അതൊരു ഒഫൻസ് അല്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി റൂൾ ചെയ്തിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ദ മദ്രാസ് ഹൈക്കോടതി റൂൾ ദാറ്റ് using a tricolor or flag design on a celebrity cake does not violate the Prevention of Insult to National Honor Act 1971. 1971 the Prevention of Insult to the National Honor Act ആ ഒരു നിയമപ്രകാരം ഈ ഒരു കേക്കിൽ ഫ്ലാഗിന്റെ ഡിസൈൻ വെച്ച് അത് കട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതൊരു തെറ്റല്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ റൂളിംഗ് പറഞ്ഞത്. മദ്രാസ് ഹൈക്കോടതി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ദേശസ്നേഹം, ട്രൂ പാട്രിയോട്ടിസം, ദേശസ്നേഹം എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിലാണ്, അല്ലാതെ ഫിസിക്കലി നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ആ കേക്ക് ഷെയർ ചെയ്യുന്നതോ അതിലൊന്നുമല്ല ശരിക്കുമുള്ള നമ്മുടെ ദേശസ്നേഹം ഉള്ളത്. അത് ഒരാളുടെ ഉള്ളിലാണ് ഉള്ളത് എന്നാണ് മദ്രാസ് ഹൈക്കോടതി ഇവിടെ ആ ഒരു കേസിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവം BJP പൊലിപ്പിച്ച് നടക്കുന്ന ഈ ഒരു സംഭവം, അതായത് കേക്ക് കട്ട് ചെയ്തു, നാഷണൽ ഫ്ലാഗിന്റെ ഡിസൈൻ ഉള്ള കേക്കാണ് കട്ട് ചെയ്തത്, അതായത് രാജ്യത്തെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലൊക്കെയുള്ള പ്രചരണങ്ങൾ അത് ഒരു കാര്യവുമില്ലാത്തതാണ്. കാരണം നിയമപ്രകാരം അത് തെറ്റല്ല, ഒരു കുഴപ്പവുമില്ല. ഓക്കെ, ഇനി നമുക്ക് അഭിജിത്ത് ദീപ്കനെ ഒന്ന് ട്രോളാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാം. ഈ പാറ്റാത്തലവൻ അഭിജിത്ത് ദീപ്കെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. അയാൾ പല സ്കൂളുകളിലേക്കും അങ്ങ് കയറി ചെല്ലുകയാണ്. സ്കൂളുകളിൽ ക്ലാസ്സുകൾ നടക്കുന്നു. കുറേ മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ട് അധ്യാപകർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് മുറികളിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് ഇവിടെ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പള്ളിക്കൂടങ്ങളിൽ കയറി പരിശോധന നടത്താൻ ഇയാൾ AEOയോ DEOയോ? ക്ലാസ് മുറികളിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ അന്വേഷണം നടത്താൻ എന്ത് അധികാരമാണ്? ആ സ്കൂളുകളുടെ പള്ളിക്കൂടങ്ങളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടത്താൻ ഇയാൾക്ക് എന്താണ് അധികാരം? ഇതൊരു വലിയ ചോദ്യമാണ്. അപ്പോൾ താൻ എന്തോ വലിയ സംഭവമാണ്, ഇന്ത്യയെ മുഴുവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി താൻ അവതരിച്ചിരിക്കുന്ന ആളാണ്, പുതിയ താരോദയം, യുവാക്കളുടെ നായകൻ എന്നൊക്കെയാണ് അഭിജിത്ത് ദീപ്ക പറയുന്നത്. പക്ഷേ ഇയാൾ ഒന്നാന്തരം വ്യാജനാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. എവിടെയാണ് തെളിഞ്ഞിട്ടുള്ളത്? ആദ്യം നിങ്ങളൊക്കെ പറഞ്ഞു അഭിജിത്ത് ദീപ്കെ ഫോറിൻ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. അത് കൃത്യമായി എക്സ്റ്റേണൽ മിനിസ്ട്രി സ്പോക്ക് പേഴ്സൺ കൃത്യമായി പറഞ്ഞിട്ട് അങ്ങനെ ഒന്നിന്റെയും ഒരു തെളിവും കിട്ടിയില്ല. പിന്നെ പറഞ്ഞിട്ടുള്ളത് US നിന്ന് അടിച്ചു പുറത്താക്കിയതാണ്, ഡീപ്പോർട്ട് ചെയ്തതാണ്. അതും ഇന്ത്യൻ ഗവൺമെന്റ് നിഷേധിച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. പിന്നെ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നത്? ഇനി ഇയാൾക്ക് എന്ത് അതോറിറ്റിയാണെന്ന് ചോദിച്ചതിൽ നിങ്ങൾ കുറച്ച് അതോറിറ്റിന്റെ പേര് പറഞ്ഞു, DA ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന അതോറിറ്റി ഉള്ള ആളുകൾ കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യയിലെ സ്കൂളിന്റെ ഒക്കെ അവസ്ഥ ഇതുപോലെ കാണപ്പെടുന്നത്. അപ്പോൾ അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ജനങ്ങളുടെ ടാക്സ് പേയേഴ്സിന്റെ മണി വെച്ചിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്കൂൾ, ആ സ്കൂളുകൾ കൃത്യമായ രീതിയിൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ല. അത് അന്വേഷിക്കേണ്ട ഒഫീഷ്യൽസ് അല്ലെങ്കിൽ ഗവൺമെന്റ് കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ജനങ്ങൾ ഇടപെടും. അതാണ് അഭിജിത്ത് ദീപ്കയും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ശരിക്കും അത് അഭിജിത്ത് ദീപ്കനെ ട്രോളാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ അത് ശരിക്കും ഒരു സെൽഫ് ഗോൾ ആയിരുന്നു. കാണാം.
കണ്ടില്ലേ? സംഭവം BJP IT സെല്ല് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. പറയുന്നത് അഭിജിത് ദീപ് കെ ഒരു PR സ്റ്റണ്ട് നടത്തി, അതായത് ലാത്തൂറിൽ, പക്ഷെങ്കിൽ കംപ്ലീറ്റ്ലി ബാക്ക് ഫയർ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഒരു സ്കൂൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു, പക്ഷേ ആ സ്കൂൾ ക്ലീൻ ആയിരുന്നു. അതുപോലെ ഫ്രഷ്ലി പെയിന്റഡ് ടോയ്ലറ്റ് ബൈ BJP ഗവൺമെന്റ്. BJP ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രഷ്ലി പെയിന്റഡ്. അവിടെയാണ് ഫ്രഷ്ലി പെയിന്റഡ്. അവിടെ നാട്ടുകാർ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഒരാഴ്ചന്റെ ഉള്ളിലാണ് അവിടെ പെയിന്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ് അഭിജിത് ദീപ് കെ ഈ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ഈ ഒരു PR സ്റ്റണ്ട് എന്ന് ഇവർ പറയുന്ന സംഭവം നടക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ, അതായത് ഈ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിലാണ് ഇവിടെ പെയിന്റ് അടിച്ചിട്ടുള്ളത്. അതായത് അഭിജിത് ദീപ് കെ വരുമെന്നും വീഡിയോ എടുത്ത് വൈറലാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നും അറിഞ്ഞതുകൊണ്ട് കൃത്യമായി അവിടെ പെയിന്റ് അടിച്ചു വെച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവന്മാരെ ട്രോൾ ചെയ്യുന്നത് സെൽഫ് ട്രോൾ ആണ്. അഭിജിത് ദീപ് കെയോ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും വന്നിട്ട് ഇതുപോലെ വീഡിയോ എടുത്ത, അതായത് ആ സ്കൂളിന്റെ ഒക്കെ പരിതാപകരമായിട്ടുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ബേസിക് ആമിനിറ്റീസ് ടോയ്ലറ്റ്സും കാര്യങ്ങളൊന്നും ക്ലീൻ അല്ലാത്ത സ്കൂളുകളുടെ വീഡിയോസ് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ദോഷമാണെന്ന് അറിയുന്നത് കൊണ്ട് വരുന്നതിന് മുമ്പേ ഇവർ പെയിന്റ് അടിച്ചു വെച്ചു, ഫ്രഷ്ലി പെയിന്റഡ്. ഓക്കെ, അത് ഇവരുടെ ഹാൻഡിലിൽ തന്നെ പറയുന്നത് ഫ്രഷ്ലി പെയിന്റഡ് ആണ് ബൈ BJP ഗവൺമെന്റ് എന്ന്. ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് BJP IT സെൽസ് ആണ്. ഓക്കെ, അതുപോലെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഇപ്പോൾ പല സ്കൂളിന്റെയും അവസ്ഥ കാണിച്ചിട്ടുള്ള വീഡിയോസ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ ക്യാമ്പയിൻ ഇവൻ തുടങ്ങിയോണ്ട്, അതായത് അഭിജിത് ദീപക് എന്ന് പറയുന്ന ഒരാൾ തുടങ്ങിയത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞ അയാളോട് പറയാനുള്ളത്, അതായത് ഈ അഭിജിത് ദീപക് എന്ന് പറയുന്ന, അതായത് നിങ്ങൾ പറയുന്ന പാർട്ടിയുടെ നേതാവ്, അങ്ങനെ ഒരു ക്യാമ്പയിൻ ഓഗസ്റ്റ് 10 മുതൽ ഇങ്ങോട്ടേക്ക്, അതായത് ഓഗസ്റ്റ് 15-നാണ് ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 10-ന് ഇത് ലോഞ്ച് ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷമാണ് പല സ്കൂളിന്റെയും അവസ്ഥ വെച്ചിട്ട് ആളുകൾ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇനി പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഇപ്പോൾ കണ്ട വീഡിയോ പോലെ ഫ്രഷ്ലി പെയിന്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നു. അത് ക്ലീൻ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇയാൾ അനൗൺസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ വാട്ട് അതോറിറ്റി ഈ ഹാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലെ സ്കൂളുകൾ അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് രാജ്യത്തെ ജനങ്ങളുടെ പണം വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ സ്കൂളിലൊക്കെ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന ഒഫീഷ്യൽസ് ഒന്നും കൃത്യമായ രീതിയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകൾക്ക് വന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ കൃത്യമായ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആ സ്കൂളിലൊക്കെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ തകരാൻ പോകുന്ന സ്കൂളുകളൊക്കെ റിപ്പയർ ചെയ്യണം. ഇതൊക്കെ പറയാനുള്ള കാരണം ആ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന സ്കൂളുകളിലുണ്ട്. താങ്കൾ എന്നെങ്കിലും ഇന്ത്യയിലെ സ്കൂളുകളെ അല്ലെങ്കിൽ മറ്റു പ്രോബ്ലംസ്, ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലംസിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഈ പ്രോബ്ലത്തിനൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്കെതിരെ വീഡിയോ ചെയ്യാതെ ചെയ്യേണ്ടത് ആ പ്രോബ്ലം, അതിനെതിരെ വീഡിയോ ചെയ്യും, എന്നിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ ആരെങ്കിലും ശബ്ദം ഉന്നയിക്കുമ്പോൾ ആ ശബ്ദത്തെ അടിച്ചു താഴ്ത്താനല്ല ശ്രമിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.